ചില ആളുകളിലൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. സാഹചര്യം നോക്കാതെ പെരുമാറുന്ന ചില ആളുകളുണ്ടാവും. ഞാൻ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അത് എപ്പോഴും എല്ലാവരോടും അങ്ങനെ ആവണമെന്ന് നിർബന്ധമുണ്ട്. എന്റെ അടുത്തേക്ക് എത്തേണ്ട ചില സിനിമകൾ എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളെ കാരണം എത്താതിരുന്നിട്ടുണ്ട്. അതെന്ത് സ്വഭാവം? അതിപ്പോ ചേഞ്ച് ചെയ്യുന്നില്ല. ഇല്ല ഇല്ല, ഫുൾ കളർഫുൾ ആണല്ലോ, പൂക്കളാണല്ലോ, ഫുൾ ഓണമാണോന്നൊക്കെ ചോദിച്ചായിരുന്നു. അഭിപ്രായം ആലോചിച്ചോക്കെ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ മോൻ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ അതൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടർക്കാണ് അത് ചെയ്യാൻ എന്നെ അങ്ങനെ അടിച്ചിട്ടില്ല. നമ്മൾ ആ മതിലിന്റെ അവിടെ നിന്ന് വീട്ടിൽ ഉമ്മായോ വാപ്പായോ പുറത്തുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ അകത്തേക്ക് കേറുള്ളൂ. അത് തിരിച്ചു വരുമ്പോ ചിലപ്പോ മുട്ടേ തൊലി ഉണ്ടാവൂല, കയ്യിൽ തൊലി ഉണ്ടാവൂല. അപ്പൊ പായ കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇത് ആരാ, ഈ ഗേൾ ഏതാണ്? അപ്പൊ അത് ചെറിയ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത് കളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോ ഇഷ്ടായിട്ടില്ല. ചെറിയൊരു കുശുമ്പ് വരും. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സർക്കിട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. ആസിഫിക്ക, ഇന്നൊരു പുതിയ ലുക്കിലാണല്ലോ, ഓൾഡ് മണി സ്റ്റൈലൊക്കെ ആണല്ലോ പിടിച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ലെ, അങ്ങനത്തെ ഒരു ലുക്കില്ലേ ഇത്? പറഞ്ഞപ്പം ഇതൊരു പ്രൊമോഷനൊക്കെ ആയിട്ട് കുറച്ച് നന്നായി വേഷം ധരിച്ചു വരാൻ. എല്ലാവരും നല്ല ദിവ്യ ചേച്ചിയുടെ ആണെങ്കിലും വേഷം കുറച്ചുകൂടെ ഡിഫറെന്റ് ആണല്ലോ, നല്ല ഫുൾ കളർഫുൾ വൈബ്രന്റ് ആയിട്ട്. താങ്ക് യു. അപ്പം എന്താണ് നമ്മുടെ ഒർഹാൻ വന്നപ്പോ ഒർഹാൻ തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? എന്താ ഒരു നിക് നെയിം എന്തായിരുന്നു പറഞ്ഞത്? ജപ്പു എന്ന് വിളിക്കുന്നതാണോ ഒർഹാൻ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ജപ്പു. ഓക്കെ. അപ്പൊ ജപ്പു ആയിട്ടുള്ള ഫസ്റ്റ് മൂവി ആണല്ലോ എല്ലാവരും. അപ്പൊ ജപ്പു നിങ്ങളെല്ലാരും എങ്ങനെയാ വട്ടം കറക്കിയോ? ജപ്പു വട്ടം കറക്കുമെന്നുള്ള പേടിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും തുടങ്ങിയത്. പക്ഷെ ജപ്പു ആയിരുന്നു ഞങ്ങൾക്ക് എനർജി തന്നോണ്ടിരുന്നത്. നമ്മൾ ആക്ച്വലി കുറെ അധികം തെരഞ്ഞു കണ്ടുപിടിച്ച ആളാണ് ജപ്പു. ഈ സിനിമയിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് പരിപാടി ഇവന്റെ ഒരു ആംഗിളിലാണ് നടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ചെറിയ കുട്ടിയാണ്, അപ്പൊ അവന് കംഫർട്ട് ആവണം, അവന് വാശി പിടിച്ചാലും അവന് ബുദ്ധിമുട്ടുണ്ടായാലും ഒക്കെ ഷൂട്ടിനെ ബാധിക്കും. പക്ഷെ അവന്റെ ഒരു എനർജിയിലാണ് പിന്നീട് അങ്ങോട്ടുള്ള ഷൂട്ടൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയത്. ദീപകേട്ടനും ജപ്പും ഒരു ഫ്രണ്ട്സ് വൈബാന്ന് തോന്നുന്നല്ലോ. അച്ഛനും മോനും ആയിരുന്നു സിനിമയില്. ഇപ്പൊ നിങ്ങള് ദോസ്തുകളാണ് തോന്നല്ലേ? അങ്ങനെയായി. അതെ, അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ആരാണ് ജപ്പുവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്? കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ? ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു ഉത്തരം പറയാം. എല്ലാരും. ദിവ്യ ചേച്ചിയാന്ന് തോന്നുന്നു അല്ലേ? അല്ല, പിള്ളേരത്തൊക്കെ സംസാരിക്കുന്ന ഇച്ചിരി സൂക്ഷിച്ചാണെന്ന് തോന്നുന്നു. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആസ്മിക പറഞ്ഞ പോലെ തന്നെ. ദിവ്യ ചേച്ചിന്റെ അടുത്ത് ഞാൻ വന്ന സമയത്ത് കണ്ടിരുന്നു. അവൻ വെളിയിൽ ഇറങ്ങുമ്പോ തന്നെ ഫുൾ കളർഫുൾ ആണല്ലോ, പൂക്കളാണല്ലോ, ഫുൾ ഓണമാണോന്നൊക്കെ ചോദിച്ചായിരുന്നു. ഈ പിള്ളേരത്ത് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയവരത്ത് സംസാരിക്കുന്ന അത്ര ഈസി ആണോ, അതോ എപ്പോഴെങ്കിലും ഉത്തരം മുട്ടി പോവാറുണ്ടോ? എന്നോടാണോ ക്വസ്റ്റ്യൻ? ഞാൻ അങ്ങനെ ചെറിയ കുട്ടികൾ എന്നുള്ള ഞാൻ നോർമലി സംസാരിക്കാം, റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉത്തരം മുട്ടിക്കാറുണ്ട് ഉറപ്പായിട്ടും. ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടായതിനു ശേഷം ആണ് കുട്ടികളായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നത്. അപ്പം അതെ. ആസിഫിക്ക ഇപ്പൊ ഒരു പേരന്റ് ആയതിനു ശേഷം ആസിഫിക്കയുടെ ഒരു ക്യാരക്ടറിൽ കുറച്ചെങ്കിലും ചേഞ്ചസ് ഉണ്ടായി കാണുമല്ലോ. അപ്പോ ഒരു പേരന്റ് ആവുന്നതിന് മുമ്പാണ് സർക്കിട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്ത പോലെ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്? അല്ല, ചിലപ്പോൾ ഈ സ്ക്രിപ്റ്റ് തന്നെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഒരു പാരന്റ് ആയതിന്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും എന്റെ പേഴ്സണൽ ലൈഫിൽ ഒബ്വിയസ്ലി നല്ല രീതിയിലുണ്ട്, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ക്യാരക്ടറിലുണ്ട്, എന്റെ സിനിമയുടെ സെലക്ഷനിൽ വരെ നമ്മുടെ എല്ലാ ഏജിലും നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചിട്ടായിരിക്കും എല്ലാ സിനിമകളും അല്ലെങ്കിൽ പോലും ചില സിനിമകൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും. അപ്പൊ ഈ പാരന്റ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സിനിമയുടെ ഭംഗിയും ഇതിന്റെ ഒരു ആവശ്യവും എന്താണെന്ന് മനസ്സിലായത്. ഇത്തരത്തിലൊരു സിനിമ ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഏറ്റവും സ്വീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്ക്രീൻ പ്ലേയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷെ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഭയങ്കര ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് ഒരു യങ് പാരന്റ്സിന്.
ഏകദേശം ഇതേ പ്രായത്തിലുള്ള മക്കളുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആസിഫിക്കയ്ക്ക് അത് എത്രത്തോളം ഈ ഒരു മൂവിയിലോട്ട് ഹെൽപ്പ് ചെയ്തു? അതെനിക്ക് ജപ്പുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഞങ്ങളുടെ സീക്വൻസസിൽ കുറച്ച് അധികമുണ്ട്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു കുറെ സീൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കുറച്ച് തീരുമാനങ്ങൾ, പ്രിക്വേഷൻസ് ഉണ്ടല്ലോ. അതായത് നമുക്ക് ചിലപ്പം നമ്മളൊരു ഷൂട്ടിന്റെ നോർമലി ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന മൂഡിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം കുറച്ചധികം പേഷ്യൻസ് വേണ്ടി വരും. അപ്പൊ അതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആണെന്ന് തോന്നിയത് എനിക്ക് കുട്ടികളുള്ളതുകൊണ്ടും ഞാൻ കുട്ടികളെ ഡീൽ ചെയ്ത് ശീലിച്ചിട്ടുള്ളതും കൊണ്ടാണ്. പക്ഷെ ഐ മീൻ ആസ് എ ഫിലിം ഷൂട്ട് എനിക്ക് ഒരു രീതിയിലും വേറെ വ്യത്യസ്തമായിട്ടൊന്നും ഇതിൻ്റെ അകത്തൊരു എഫേർട്ട് ഇടേണ്ട വന്നിട്ടില്ല. കാര്യം അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ജപ്പു ലൊക്കേഷനിൽ പെരുമാറിയത്. ഒരു അവന്റെ ഏജിനേക്കാൾ പ്രൊഫഷണലിസം, മെച്ചൂരിറ്റി എന്നല്ല പ്രൊഫഷണലിസം അവൻ കാണിച്ചിട്ടുണ്ട്. ആ സിനിമയെ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരും ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രിപ്പറേഷൻ ജപ്പു ചെയ്തിട്ടുണ്ട്. ജപ്പുവിനെ കൊണ്ട് തമാർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഈ പേടികളൊന്നും ആവശ്യം വന്നില്ല. പിന്നെ ഡെഫിനറ്റ്ലി കുട്ടികളെ ഡീൽ ചെയ്യാൻ ഈ കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി കുറെ കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ട്. മക്കൾക്ക് അതുവിനൊക്കെ ഇതേപോലെ ആസിഫൊക്കെ മറ്റു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും അവരായിട്ട് കൂടുതലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കാണുമ്പോഴത്തേക്ക് ചെറിയൊരു കുശുമ്പൊക്കെ തോന്നാറുണ്ട്. എന്താ പറയുന്നത്? ഹയ ഈ അടുത്താണ് കഥ തുടരുന്നില്ല ആ പാട്ടുണ്ടല്ലോ, ഞാൻ അവളെ മടിയിൽ വെച്ചിട്ട് കീബോർഡ് വായിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ഹയ ഈ അടുത്താണ് അത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ ഹയ കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതാരാ, ഈ ഗേൾ ഏതാണ്? അപ്പൊ അത് ചെറിയ ഞാൻ എടുത്തോണ്ട് നടക്കുന്നത് കളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോ ചെറിയൊരു കുശുമ്പ് വരും. കാണിച്ചു കൊടുത്തോ അനക? ഈ കുട്ടി ഇപ്പൊ ഇത്ര വലുതായി, അനകനെ കാണിച്ചു കൊടുത്തോ? അനക ഞാൻ കണ്ടിട്ട് പേടിച്ചു. വലുതായപ്പോ അല്ലേ? പിന്നെ ജപ്പുവിന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് അതുന് ആദ്യം അവന്റെ ഒരു ഹെയർ സ്റ്റൈലും ലുക്സും ഒക്കെ ഇങ്ങനെയായിരുന്നു. അപ്പൊ അത് കണ്ട സമയത്തും ഒക്കെ എല്ലാരും ചോദിച്ചിട്ടുണ്ട് ഇത് ആദ്യമാണോ എന്ന് എന്നോട് കുറെ പേര്. നമ്മൾ ദുബായിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഇനീഷ്യൽ ഫോട്ടോസ് ഒക്കെ വന്ന സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അവരെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിക്കാൻ ഇത്തിരി പാടാണല്ലേ പിള്ളേരെ? അവര് പക്ഷെ അത്രയും മനസ്സിലാക്കാനൊന്നും ആയിട്ടില്ല. ഇപ്പൊ അതുവാണെങ്കിൽ ഇപ്പം 11 വയസ്സായേ ഉള്ളൂ. അതിനിപ്പോ കഴിഞ്ഞ മാസമായിരുന്നു ബർത്ത്ഡേ. അപ്പൊ സിനിമയൊന്നും അങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നും ആയിട്ടില്ല. എന്നാലും അതെ, അതറിയാത്തത് കൊണ്ട് തന്നെ ഇതെന്താ എടുത്ത് പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ കുശുമ്പ് എന്തായാലും തോന്നി. കാര്യം ഇതൊക്കെ ഞങ്ങളും വീട്ടിൽ ചെയ്യാറുള്ളതാണ്. ഇതിൽ കുറെ ഇപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ കുറെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ആധുനികമായിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ ജപ്പുവായിട്ട് ചെയ്യാനും ഞങ്ങളുടെ കുറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവരാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഈ സർക്കിട്ട് എങ്ങനെയാ, സർക്കിട്ട് എന്ന മൂവി സംഭവിച്ചത് എങ്ങനെയാണ്? സർക്കിട്ട് ആക്ച്വലി ഇതൊരു ഞാൻ കുറച്ച് വർഷമായിട്ട് ഗൾഫിലുള്ള ആളാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഇൻസിഡന്റ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അതായത് ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചപ്പോൾ പാരൻസ് വർക്കിന് പോയപ്പോൾ പിള്ളേരെ വീട്ടിൽ ഫ്ലാറ്റിലാക്കി ലോക്കാക്കി വെക്കും. അപ്പോൾ ബിൽഡിങ്ങിലെ ബാക്കിയുള്ള എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തപ്പോഴും ആ കുട്ടികളെ രക്ഷിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത് ഭയങ്കര സ്പാർക്കായിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഈ ഫിനാൻഷ്യൽ പരിപാടിയൊക്കെ വെച്ചിട്ട് ആളുകളിങ്ങനെ അത് അവർക്ക് സ്നേഹം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അതുണ്ടാക്കുന്നത് പ്രശ്നം ഭയങ്കരമാണല്ലോ എന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് കുറച്ച് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു, 1900 മുൻപ് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇതേ പ്രായത്തിലുള്ളൊരു മകളുണ്ട്. അപ്പം അവൾ വളർന്നു വരെ പരിപാടികളും വാശിയും കുറുമ്പുകളൊക്കെ കാണിക്കുമ്പോൾ ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയുണ്ട്. ഇതിൽ കുറേ ഇവൻറ്റ്സൊക്കെ ഞാൻ അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള. അതിൽ ഇപ്പം നിങ്ങൾ ട്രെയിലറിൽ കണ്ടുള്ള കുറേ സീൻസൊക്കെ എൻ്റെ നിത്യജീവിതത്തിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചപ്പോൾ ഇത് ചെയ്യാം, ഇതിനൊരു പറയേണ്ടതായിട്ടുള്ള അതിലൊരു രസമുള്ളൊരു സിനിമ ഉണ്ടെന്ന് തോന്നി. പിന്നെ ഇവരോടെല്ലാം പറഞ്ഞവരെല്ലാവരും ഇന്നായപ്പോഴാണ് ഈ സിനിമ സംഭവിച്ചത്. ഞാൻ ഈ പടം ആദ്യമായിട്ട് കഥ പറഞ്ഞത് ജിസ് ജോയ് ചേട്ടനാണ്. അപ്പോൾ ജിസ് ജോയ് ചേട്ടൻ അവർ ആസിക്കാട് കൂട്ടാനും നവീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കഥ കേട്ടപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇത് ചെയ്യേണ്ട സിനിമ തന്നെയാണ്, താമരനാട്ടം അങ്ങനെ വഴിയൊക്കെയാണ് ഇത് എത്തുകയും സംഭവിക്കുകയൊക്കെ ചെയ്തത്. ഈ കാസ്റ്റിങ്ങോ ആദ്യം തന്നെ ഇപ്പോൾ ആസിഫിക്ക, ദിവചേച്ചി, ദീപകേട്ടൻ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് മൈൻഡിൽ ഉണ്ടായിരുന്നോ? ഇത് നമ്മളൊക്കെ ഇന്നാൾ ചെയ്താൽ ഇത് രസമായിരിക്കും. പിന്നെ ഞാൻ ഇവരുടെയൊക്കെ പല പടങ്ങളും കണ്ടിട്ട് അപ്പോൾ അവർക്ക് ഇത് മാറാൻ പറ്റും എന്നുള്ളൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആസിക്ക എന്ന് പറഞ്ഞത് എപ്പോഴും ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭയങ്കര ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഇത് ടോട്ടലി ഫാമിലി ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ അവരുടെ കോളായിരുന്നു ഇത് ഇഷ്ടമാണെന്നുള്ള. പിന്നെ ദിവ്യേനെ ഞാൻ അറിയിപ്പൊക്കെ കണ്ടപ്പോഴും ഇതാണല്ലോ സ്റ്റെഫിയുടെ
ഒരു അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയും. അതുപോലെ ദീപക്ക് ദുബായിലുണ്ടായിരുന്നപ്പോൾ വിളിച്ചത്. ദീപക്ക് actually വളരെ വേഴ്സറ്റൈൽ ആക്ടറാണ്. അതായത് മനസ്സിലാകട്ടെ അത് നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആവുന്ന ചില സീൻ. ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിൽ മമ്മൂക്കാന്റെ മുന്നിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു മീശ പിടിച്ചിട്ട് ഒരു പോലീസ് ഡയലോഗ് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടർക്കാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പിന്നെ ദീപക്ക് നീ പറഞ്ഞ പോലെ ഈ ലുക്കിലല്ല പടത്തില് ഏകദേശം ഒരു 38 ഏജ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അത് പെട്ടെന്ന് കണ്ടപ്പോ കറക്റ്റ് ആവും തോന്നി. അങ്ങനെയൊക്കെ പിന്നെ ഇവരെ കണ്ടെത്താനാണ് നമ്മള് ഭയങ്കരമായിട്ട് ടൈം എടുത്തതും കുറെ പേര് ഓഡീഷൻ ചെയ്തതും. റൈറ്റ് ഒരാളെ കിട്ടുക എന്നുള്ളത് ഞങ്ങൾ ഭയങ്കര ലോങ് സെർച്ച് ചെയ്തു. ഞങ്ങൾ ദുബായിൽ ഓഡീഷൻ ചെയ്തു, കൊച്ചിയിൽ ചെയ്തു, പിന്നെ പല പുറത്തുനിന്ന് റെഫറൻസുകൾ എടുത്തു, സിനിമയിൽ അഭിനയിച്ച കുട്ടികളൊക്കെ നോക്കി. പക്ഷെ ഇവനെ കിട്ടിയ പടം മൊത്തത്തിൽ ഈസിയായി. നിങ്ങൾ തമ്മിൽ എപ്പോഴും ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രോളിംഗ് പരിപാടികളൊക്കെ തന്നെയാണോ? ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് മീറ്റിംഗില് അതായത് കഥ പറഞ്ഞ് കരയിപ്പിച്ചു. അതായത് ഇങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ബ്രോ ഒന്നും പിന്നെ വേറെ ഒന്നുമില്ല, ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാന്നുള്ള പരിപാടി ആണ്. ബ്രോ ഒന്ന് പിന്നെ നമുക്ക് തുടങ്ങിയാലോ എന്ന് പറയാം. അപ്പോഴത്തേക്കാണ് ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളിയിരിക്കുന്നത്. ഞാൻ വന്നപ്പോ നേരെ കഥയിലേക്ക് കയറി. കഥ പറഞ്ഞു കഴിഞ്ഞ് ഏകദേശം പടം ഒരു കുറച്ച് 2-3 പോയിന്റ്സിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പടം എൻഡ് ചെയ്തപ്പോഴും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഫീൽ ചെയ്തു. കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യം. പിന്നെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോ തൊട്ട് ദീപകേട്ടൻ ഇപ്പൊ ഏതൊരു മൂവി ചെയ്യുകയാണെങ്കിലും അതിലിപ്പോ സപ്പോർട്ടീവ് റോൾസ് ആണെങ്കിലും ഒക്കെ ആ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് ആ ഒരു ക്യാരക്ടറിന് എന്തായാലും ഇമ്പോർട്ടൻസ് കാണും. അപ്പോൾ അതെങ്ങനെയാ മൂവി ചൂസ് ചെയ്യുന്നത്? അത് നാച്ചുറലി സംഭവിച്ചു പോകുന്നതാണ് ദീപകേട്ടൻ? അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത് അതോ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടാണോ സ്ക്രിപ്റ്റ്? അല്ലല്ല, കുറെയൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പം ഇതിന് മുന്നേ ചെയ്ത സിനിമകൾ കണ്ടിട്ടായിരിക്കും അടുത്ത സിനിമകളിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടാവും. അപ്പം വരുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കൗട്ട് ആയിട്ടില്ല. ചിലത് ഈ പറയുന്ന തിയേറ്ററിൽ അങ്ങനെ സക്സസ് ആവാത്ത സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിക്കാം, ഇനിയും സംഭവിക്കാം. പക്ഷെ നല്ല സിനിമകൾ അതിൻ്റെ ഇടയിൽ കൂടെ സംഭവിക്കുന്നതുകൊണ്ട് ഇപ്പോഴും സർവൈവ് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ട് പിന്നീട് മറ്റൊരു ആക്ടർ അത് ചെയ്ത് കണ്ട് ആ മൂവി ഭയങ്കര നല്ലോണം പോയിട്ട് റിഗ്രറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഞാൻ ഇപ്പൊ എന്നെ കാസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ അങ്ങനെ വേറൊരു സിനിമക്ക് അങ്ങനെ 2-3 സിനിമകളൊക്കെ സംഭവിച്ചു. പക്ഷെ അത് സ്വാഭാവികമായിട്ട് അവർ ആക്ടേഴ്സിനെ അവർ ചൂസ് ചെയ്യുന്നത് ആ ക്യാരക്ടറിന് ലുക്ക് വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ ഞാൻ നോ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പടം ഹിറ്റായിട്ടൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ചത്തേന കാരണം. ആസിഫിക്ക അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ആസിഫിക്ക നോ പറഞ്ഞിട്ട് വേറെ ചെയ്തപ്പോ പിന്നീട് റിഗ്രറ്റ് ആയിട്ടുണ്ടോ? അല്ല, നോ പറഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മനസ്സിൽ പിന്നീടായാലും അയ്യോ ചെയ്യേണ്ടതായിരുന്നു. എന്റെ അടുത്തേക്ക് എത്തേണ്ട ചില സിനിമകൾ എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ കാരണം എത്താതിരുന്നിട്ടുണ്ട്. അതെന്ത് സ്വഭാവ? ഫോൺ എടുക്കാത്ത സ്വഭാവം. അതിപ്പോ ചേഞ്ച് ചെയ്യുന്നില്ല. ഇല്ല, സ്റ്റിൽ എടുക്കൂല. എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുമ്പോ വിഷമം ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ പറയും അയ്യോ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ആസിഫിനെ ആയിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഞാനായിട്ട് എടുത്ത തീരുമാനങ്ങളുണ്ട്. ചെയ്യാൻ ഇപ്പൊ ഒരു സിനിമ ഞാൻ ചെയ്തിട്ട് അത് മോശമായാലും ആ തീരുമാനം എന്റെ ആയിരുന്നു. അപ്പൊ അതിലെനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും ഉണ്ടാവും. എടുത്ത തീരുമാനം എടുത്തത് തന്നെ. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഞാൻ ഇത് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഒരു ലൈക്ക് നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഓർക്കാറുകൂടി അല്ല, പിന്നീട് ചിലപ്പോ ആ സിനിമ കാണുമ്പോഴും എനിക്ക് ആ ഡിസിഷൻ ശരിയാ. ഇതുവരെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ നോ പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നമ്മൾ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് മുമ്പും ശേഷവും വരുന്ന സ്ക്രിപ്റ്റുകളിൽ മേജറായിട്ട് ദിവ്യ ശ്രദ്ധിച്ചിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാ? എനിക്ക് സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ വരുമ്പോൾ ഞാൻ വേണ്ടാന്ന് വെക്കും. അത് ചിലപ്പോൾ ക്യാരക്ടറോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു റെഫറൻസ് അത് വെച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്നത് ഞാൻ മനഃപൂർവ്വം തന്നെ അത് വേണ്ട നോ പറയാറുണ്ട്. അല്ലാണ്ട് അതിന് ശേഷം കുറച്ചും കൂടെ ഈ ക്യാൻസർ ഒക്കെ സംഭവിച്ചതുകൊണ്ട് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി വന്നെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വേറെ തരം സ്പേസുകളിൽ നിന്ന് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ കൂടുതലും വരാറുള്ളത്?
ബോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐ മീൻ അതായത് ഇപ്പം നമ്മൾ യൂഷ്വലി കുറച്ചുകൂടി സോഫ്റ്റ് നേച്ചർ ആയിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന അങ്ങനെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഓം ശാന്തി ഓശാനയിൽ നസ്രേ ചെയ്തിട്ടുള്ള പോലത്തെ അങ്ങനത്തെ കുറച്ചുകൂടെ ബബ്ലി നേച്ചേഴ്സ് ഉള്ള അല്ല ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഞാൻ തമാശ എടുത്ത് നോക്കിയാലും ഇപ്പൊ ഓൾ വി ഇമാജിൻ എടുത്താലും ഒക്കെ സോഫ്റ്റ് ആണ് ക്യാരക്ടേഴ്സ് ഭയങ്കര. അങ്ങനെ ഒരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്കറിയില്ല ഞാൻ ചെയ്തത്. സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നിഴലില്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ മീൻസ് ഈ ഒരു ഓൾ വി ഇമാജിൻ സ്ലൈറ്റിന് ശേഷവും അങ്ങനെ ഒരു കുറച്ചുകൂടെ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ കൂടുതൽ വരുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എനിക്ക് കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഓം ശാന്തി ഓശാന ഞാനിപ്പോ കൃഷാന്തിന്റെ ഒരു മൂവി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിലെ ക്യാരക്ടർ കുറച്ച് ഹ്യൂമർ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഓക്കെ. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനും താല്പര്യമുള്ള. അപ്പൊ ഡ്രീം റോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റോൾ ഉണ്ടോ? ഞാൻ ചെയ്യാത്ത എല്ലാ ക്യാരക്ടേഴ്സും ഡ്രീമാണ്. ഡ്രീം റോൾ ആണ്. ദീപകേട്ടൻ അങ്ങനത്തെ ഒരു ഡ്രീം റോൾ ഉണ്ടോ? എന്നോട് എന്റെ ഇന്റർവ്യൂലും അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഗാന്ധിജി മണ്ടേലി ആയാ കൊള്ളാം. ശ്രീകൃഷ്ണൻ യേശു ആയല്ലോ. യേശു ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു ഐഡിയയിലാണ് സാർ ജീവിക്കുന്നത്. കുറച്ച് ഡിവോഷണൽ രീതിയിൽ അങ്ങ് പോവാന്ന് വിചാരിച്ചു. മഹാത്മാവ് മഹാനുഭാവല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വരുന്ന സിനിമകളിൽ ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ഡയറക്ട് ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ സമയം വരുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യും. നീ എഴുതി ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യണം. ഇനി ജപ്പു പറയേ, എങ്ങനെയായിരുന്നു ഈ സർക്കിട്ടിന്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ? എൻജോയ് ചെയ്തായിരുന്നോ ഒരുപാട് ഇവരുടെയൊക്കെ കൂടെ? അടിപൊളിയായിരുന്നു. എന്ത് സൈക്കിൾ സ്റ്റാൻഡ് ആണല്ലോ മോന്റെ, എന്തായിരുന്നു? പാർക്കോർ. അപ്പൊ അത് ആസിഫ് ഖാനെയൊക്കെ എല്ലാരെയും കാണിച്ചു കൊടുത്തോ? അതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തോ? ഞെട്ടിയതിന്റെ പിന്നെ ആദ്യമൊക്കെ നമുക്ക് പേടിയാവുമായിരുന്നു. കാര്യം ഈ ഷൂട്ട് തീർന്നവരെ ഇവന് ഒറ്റ പീസ് ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഇവൻ അതിന് ടാലന്റഡ് ആണെന്നും അവൻ അതിന്റെ വെറുതെ കാണിക്കുന്നതല്ല, അവൻ അത് പഠിക്കുന്നുണ്ടെന്നും അത് പെർഫെക്റ്റ് ആയിട്ട് അവന് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈവൻ സിനിമയിൽ കുറെ ഏരിയയിൽ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവന്റേതായ കുറെ ഐറ്റംസ് വേറെ ഏത് കുട്ടി വന്നാലും നമുക്ക് റിസ്ക് ആയിട്ട് ഒരു ഫീൽ ചെയ്തേക്കാവുന്ന കുറെ ഏരിയ വളരെ ഈസി ആയിട്ട്, അതായത് ഒരു ചില പെർട്ടിക്കുലർ ഏരിയക്ക് നമ്മൾ ഇത്ര ഓക്കെ ഈ സീക്വൻസ് എടുക്കാൻ നമുക്കൊരു ഹാഫ് ഡേ വേണം അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ വേണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ വെറും 1.5 മണിക്കൂറിലൊക്കെ സാർ ഷൂട്ട് ചെയ്ത് അല്ലെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മൂവി അല്ലേ? ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് ഒരു ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഫസ്റ്റ് മൂവി മീൻസ് അങ്ങനെ ഇത്രയും ത്രൂ ഔട്ട് ആയിട്ട് മുഴുവനായിട്ട് മോൻ ഇങ്ങനെ ചെയ്ത സമയത്ത് അപ്പൊ എങ്ങനെയാ ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ടിപ്സ് ഒക്കെ ആരാ പറഞ്ഞു തന്നത് കൂടുതലും? അല്ല, ഞാൻ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ എനിക്ക് കൂടെ ആക്ടിങ് അറിയാം. പറഞ്ഞു തന്നിട്ടില്ലല്ലേ? അതല്ല, എനിക്ക് ക്യാമറ പേടിയൊന്നുമില്ല. ക്യാമറ ഒന്നും പേടിയൊന്നുമില്ല. ഇല്ല, ഞാൻ എപ്പോഴും കാണുവേ. ഈ കൂട്ടത്തിൽ ഏറ്റവും കോമഡി ആരാ മോനോട് പറയുന്നത്? ഏറ്റവും ഫൺ ആണല്ലേ? ആ ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ കറങ്ങാനൊക്കെ പോയതാരുടെ ഒപ്പോ? സിനിമയെ കറക്കായിരുന്നില്ലേ? എല്ലാരും കൂടെ കറങ്ങാം. ക്യാമറമാനും ഡയറക്ടറും ആക്ടേഴ്സും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഒരു കറക്കായിരുന്നു മൊത്തത്തില്. ആസ്ഫിക്കൊക്കെ എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് പഠിക്കണമല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പിന്നെ നമ്മള് ചെറുപ്പത്തിലേ ഇതൊക്കെ പഠിക്കേണ്ടതായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇനി പക്ഷെ അത് ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോകും ചിലപ്പോ. നമുക്ക് അതൊക്കെ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഭയങ്കര നമുക്ക് അസൂയ തോന്നിപ്പോവും. ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ഡ്രീം ആയിരിക്കും. അത് നമ്മളിപ്പോ ഈ സൈക്കിളിന്റെ ഫ്രണ്ട് വീലും പൊക്കി പിടിച്ച് ചവിട്ടണ കണ്ടിരുന്നെങ്കിൽ അല്ലേ നല്ല എടുത്ത് എറിഞ്ഞാണ് വീട്ടിൽ. അപ്പൊ അതൊക്കെ ചെയ്ത് ഒരു ഭയങ്കര മനസ്സുകൊണ്ട് തന്നെ ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ജപ്പുവിന്റെ കാര്യം പറയുമ്പോൾ ഇവൻ തന്നെ പറഞ്ഞില്ലേ, ഷൂട്ടിന് വരുമ്പോ നമുക്ക് ഒരു 8 വയസ്സുള്ള കുട്ടി ഷൂട്ടിങ്ങിന് വരുമ്പോ ഉണ്ടാവുന്ന ഒരു ടെൻഷനും നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു ക്യാമറ ഫിയറോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ എന്നെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഡയലോഗ് പറയുന്നതിനെ പറ്റിയിട്ട് കോൺഷ്യസ് ആവുമോ, അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ ആ വീട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും ട്രെയിനിങ്ങും ആണ്. ഇതേപോലെ പണ്ട് ആസ്ഫിക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ? ഏറ്റവും കൂടുതൽ അടി കിട്ടിയതും വഴക്ക് കിട്ടിയതും ഈ പറയുന്ന എന്ത് പ്രവർത്തിക്കായിരുന്നു? വീട്ടില് തിരിച്ചു ഇപ്പം രാവിലെ ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ശനിയും ഞായറൊക്കെ ആണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വൈകുന്നേരം
ഒരു സൺസെറ്റിന് മുന്നേ വീട്ടിൽ തിരിച്ചു കയറുക എന്നുള്ളതാണ് ആകെ പറയുന്ന ഒരു കാര്യം. അതും നമ്മളെ കൊണ്ട് പലപ്പോഴും പറ്റാറില്ല. അപ്പൊ തിരിച്ചു കയറി നമ്മൾ ആ മതിലിന്റെ അവിടെ നിന്ന് വീട്ടിൽ ഉമ്മായോ വാപ്പായോ പുറത്തുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ അകത്തേക്ക് കയറുള്ളൂ. അത് തിരിച്ചു വരുമ്പോ ചിലപ്പോ മുട്ടേ തൊലി ഉണ്ടാവൂല, കയ്യില് തൊലി ഉണ്ടാവൂല. അപ്പൊ ചിലപ്പോ ഇനി നാളെ പുറത്ത് പോകണ്ടെന്ന് പറയും. ഈ ഉരുണ്ട് വീട് എണ്ണിക്കുമ്പോഴത്തേക്ക് വീണ്ടും നീ എന്തിനാ വീണേന്ന് വെച്ച് 2 അടി കിട്ടുന്ന അതെ അതെ. അപ്പൊ അതിനായിരുന്നു പോയി എവിടെയെങ്കിലും വീണിട്ട് വരുമ്പോഴത്തേക്കാ വീണ്ടും 2 അടി കിട്ടുന്നത്. ക്രിക്കറ്റ് കളിയായിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ട്. ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള ഒരു പേരന്റിങ് എങ്ങനെയായിരുന്നു? ആ ഒരു പേരന്റിങ് സ്റ്റൈല് എന്നെ അങ്ങനെ അടിച്ചിട്ടില്ല. അതിന്റെ കുറെ ഇപ്പം ഒരടി കിട്ടുന്നുണ്ടെങ്കിൽ 1 2 എന്നൊക്കെ അത്രയും എനിക്ക് ആ മൊമെന്റ്സ് ഓർമ്മയുണ്ട്. അങ്ങനെ 2 പ്രാവശ്യമൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു പേരന്റിങ് എനിക്കൊന്നും അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അധികം സൗണ്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. എപ്പോഴും ന്യൂസ് വെക്കലും അതും ഇതൊക്കെ ആയിരുന്നു. അച്ഛൻ ലീഗൽ കൺസൾട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഉറക്കെ സംസാരിക്കലും പാട്ട് കൂട്ടി വെക്കലും അങ്ങനത്തെ ഒരു, കാരണം വീട്ടിൽ ഭയങ്കര സൈലന്റ്, മിക്കവരൊക്കെ സൈലന്റ്. അച്ഛൻ വീട്ടിലില്ലെങ്കിൽ അറിയാൻ പറ്റും അപ്പുറത്തുള്ള നൈബേഴ്സിന്. അപ്പൊ അച്ഛനായിരുന്നു കുറച്ചുകൂടെ സ്ട്രിക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാണ്ട് ഭയങ്കര ലിബറൽ ആയിരുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് പേരന്റിങ് നോക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ലാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആസിഫിക്കയ്ക്ക് ഇപ്പൊ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു അടുത്ത വീട്ടിലെ പയ്യൻ, അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി, ആസിഫിക്ക ഭയങ്കര ഫ്രണ്ട്ലി, ആ ഒരു ഇമേജ് ആണ് എപ്പോഴും ആസിഫിക്കയ്ക്ക് എല്ലാവരും കിട്ടുന്നത്. ആ ഒരു ഇമേജ് ആസിഫിക്കയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാവരോടും സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ കോൺഷ്യസ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റൂല. നമുക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന ആളുകളോടാണ് നമ്മൾ സംസാരിക്കുക. അപ്പൊ ഇവൻ എന്നോട് സംസാരിക്കാത്ത എന്താന്നൊക്കെ ആൾക്കാർ ചോദിച്ചാൽ അതൊരു ബാധ്യതയാണ്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ. എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഞാൻ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അത് എപ്പോഴും എല്ലാവരോടും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നമ്മള് ചിലപ്പോ നമ്മുടെ മൂഡ് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവുന്ന വരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോ ഒരാള് ഒരു സെൽഫിക്ക് വരുമോ, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ടോ? എപ്പോഴും ഹാൻഡിൽ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആളുകളൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. സാഹചര്യം നോക്കാതെ പെരുമാറുന്ന ചില ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വരിക, അവരുടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ ചില ആളുകളോട് മോശമായിട്ടല്ലെങ്കിലും അത് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഈ ഫാമിലിയുടെ ഫോട്ടോ വേണം അങ്ങനെയും ചോദിക്കുന്ന ആളുകളുണ്ടോ? ഒന്നിച്ച് വേണം എന്നൊക്കെ നമ്മളെ ഇഷ്ടമുള്ള ആളുകളാണ് അവര്. അപ്പൊ അത് ഒരിക്കലും അവരെ അത് മോശമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഒരാൾ നമ്മള് ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് കുട്ടികളെ എടുക്കാൻ പറ്റൂല, കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്റെ ഫോട്ടോ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എനിക്കത് ഇഷ്ടമാണ്. എന്നോട് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന, സ്നേഹം കാണിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. ദീപകേട്ടന് ഈ പറയുന്ന പോലെ മൂഡ് ശരിയല്ലാണ്ട് പുറത്തിറങ്ങിയ സമയങ്ങളിൽ ആളുകൾ വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് യൂഷ്വലി കാണാറുള്ളത് എപ്പോഴും ആർട്ടിസ്റ്റുകൾ പുറത്തിറങ്ങുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഫോൺ കൊണ്ട് മീഡിയ പേഴ്സൺസ് ബാക്കിൽ കാണും. അപ്പോ അങ്ങനെ ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ? ഇപ്പൊ എല്ലാരും മീഡിയ ആണെന്നുള്ള രീതിയിലാണ് ഫോട്ടോ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. സാധാരണ സെൽഫി എടുക്കാൻ വരുന്നല്ലോ ചോദിച്ചു. അല്ലാണ്ട് മൂഡ് ശരിയല്ലാത്ത സമയത്ത് പോലും അങ്ങനെ വന്ന് ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ? ഇല്ല. അങ്ങനെ മൂഡ് ശരിയല്ലാത്ത സമയത്ത് നമ്മൾ മിണ്ടാതെ പോയാൽ മതി. പിന്നെ നമ്മളൊക്കെ ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമില്ലേ, നമ്മളെ സിനിമയിൽ വരണമെന്നും ആളുകൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടം തോന്നണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ഇത് അങ്ങനെ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇത് ഫീൽ ചെയ്യില്ല. ഹോം സിക്നെസ് ഉള്ള കൂട്ടത്തിലാണോ? ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് അതുഹായൊക്കെ കുറച്ച് വലുതായി സംസാരിച്ച് ഇച്ചിരി ഉഷാറൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ഹോം സിക്നെസ് ഉണ്ട്. ഇവര് പറയാറുണ്ടോ ഇങ്ങനെ PTA മീറ്റിങ്ങിനൊക്കെ വരണം? പറയും. കാരണം അവർക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടല്ലോ. പാരന്റ്സും ഇപ്പൊ അധികവും സമയമാണ് എല്ലാം ഇങ്ങനെ സ്കൂൾ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ അവരെന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, PTA മീറ്റിങ്ങിന് വരുമ്പോൾ ഡാഡേ മന്നം എന്ന് പറയും. അപ്പൊ അത് കഴിയുന്നത് ഞാൻ മിസ്സാക്കാറില്ല. ഞാൻ എപ്പോഴും പോവാറുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ ഒന്ന് ആലോചിച്ച് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ മോൻ പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും നമ്മുടെ സർക്കിട്ടിന്റെ റിലീസ് ഡേറ്റും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? May 8. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടോ വന്ന് കാണണം എന്നൊക്കെ? അതാവൻ പറയും നന്നായിട്ട്. ഈ സിനിമ കാണാൻ പോകുന്ന തിയേറ്ററിൽ വരുന്ന ആളുകളോട് എന്താ പറയാൻ പോകുന്നത്?
എല്ലാവരും ഈ സിനിമ കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. സർക്കിട്ട് എന്നാണ് ഈ സിനിമയുടെ പേര്. അതെല്ലാവർക്കും പറയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണേണ്ട ഒരു സിനിമയാണ്. എല്ലാ പ്രായവും കാണാൻ പറ്റും. എല്ലാ പ്രായവും എല്ലാ പ്രായമുള്ളവർക്കും കാണാൻ പറ്റും. എല്ലാ പ്രായക്കാരും തള്ളിക്കോ. 1 വയസ്സ് തൊട്ടില് 100 വയസ്സ് വരെ കാണാൻ പറ്റും. കാണാൻ ഹലോ എന്റെ അപ്പൂപ്പിന് 101 അത് ഇവളുടെ അപ്പൂപ്പനാ. എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും വരിക, എൻജോയ് ചെയ്യാ അല്ലേ? അപ്പൊ എല്ലാരും കാണുക, എൻജോയ് ചെയ്യുക. എന്റെ അഭിപ്രായം അത് പറയുക. അഭിപ്രായം പറയാം. പോയാ മതി. എന്താ പറയണ്ടേ? അഭിപ്രായം അറിയത്തില്ല. അത് പറയാ. അത് അഭിപ്രായം അഭിപ്രായം അത്രേ ഉള്ളൂ. അഭിപ്രായം പറയുക. അഭിപ്രായം പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.